ചോറിന് കാര്യമായിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി തയ്യാറാക്കി എടുത്താലോ. ഒരു 8 വറ്റൽമുളക് ഞാൻ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഒരു ചെറിയൊരു ചൂടോട് കൂടെ തന്നെ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ക്രഷായിട്ട് കിട്ടും. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു 10 എടുത്തിട്ടുണ്ട്. ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരിവിയതും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ഏകദേശം സെറ്റായി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു ചമ്മന്തിയുടെ അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാനിതുപോലെ ഒരു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും നമ്മുടെ ഊണിന് കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചമ്മന്തി മാത്രം മതി കേട്ടോ. അത് കൂട്ടിക്കൊഴിച്ച് കഴിക്കാനായിട്ട്. ഞാനിവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ചമ്മന്തിയും കൂട്ടി കഴിച്ചത്. അന്ന് കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിയൊക്കെ കൂട്ടിക്കൊഴിച്ചാണ് നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫോളോ ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക്